ഇന്നത്തെ വീഡിയോയിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മലയാറ്റൂർ എന്ന സ്ഥലത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. AD 52 ജീസസിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെൻറ് തോമസ് ഇവിടെ വന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ സെൻറ് തോമസ് വന്നിട്ടുണ്ടോ, ഇവിടെ എന്തൊക്കെയുണ്ട്, എല്ലാ വിശേഷങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 4ാം സ്ഥലം എത്തി നമ്മൾ. 1ാം സ്ഥലമൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് കയറുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാൻസ് കോർമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. എവിടെയെന്നല്ലേ ഗൈസ്, മലയാറ്റൂർ പള്ളിയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ റൈഡേ ഉള്ളൂ. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 7:30 6:30 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ കുർബാന ഉണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് കുരിശുമണിയുടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് മല കയറി മേളിൽ ചെന്നിട്ട് അവിടുത്തെ പള്ളിയിൽ കുർബാന കൂടാമെന്നാണ്. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. അപ്പോൾ ആദ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. എന്നിട്ട് നമുക്ക് പോയി കുർബാന കൂടാം. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അത് രാത്രിയായിരുന്നു. അത് പള്ളിയിലേക്ക് വേണ്ടിയല്ല വന്നത്, വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. പിന്നെ അപ്പോൾ ആ പള്ളി കയറി, പിന്നെ ആ കുരിശുമുടിയുടെ അടി വരെ പോയുള്ളൂ, അതിൻ്റെ മേളിൽ കയറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ നല്ലൊരു സീനറി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ വന്ന് ഇവിടെ അടിയിൽ ആ പെരിയാർ റിവറിലൊന്ന് പോയായിരുന്നു. അപ്പോൾ അതിൽ ഇറങ്ങാനായിട്ട് ഡ്രസ്സൊന്നും ആയിട്ടല്ല വന്നേക്കണം, പക്ഷെ അതിൽ ഇറങ്ങണം. ചേട്ടൻ നിക്കറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ നിക്കർ ഒരെണ്ണം മേടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡടിക്കാൻ വന്നേക്കാണ്. കോട്ടയം മുട്ടക്കറി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് മല കയറാൻ തുടങ്ങിയിട്ടാണ്. ഇനി ഈ ഫുൾ മലയും കയറണ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു ട്രക്കിംഗ് വീഡിയോ ആണിത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറണം. ഇത് വിചാരിക്കുന്നതല്ല, ആ പൊറോട്ടയൊക്കെ തയ്ച്ച് ഇപ്പം തന്നെ ഇച്ചിരി കയറിയുള്ളൂ. അയ്യോ, ഇതിൻ്റെ മേളിൽ പള്ളി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞ. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പം അവിടെ പോയി കുർബാന കൂടാം. താഴെ കുർബാന കണ്ടില്ലേ, നേരത്തെ ചെന്നപ്പോൾ തന്നെ അവിടെ അപ്പം കൊടുക്കാൻ തുടങ്ങി. 7:30 കുർബാന ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷേ തീർന്നു കുർബാന. ഇനി മേളിൽ 24 hours കുർബാന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അയ്യോ, മലയാറ്റൂർ എന്നത് വെറുമൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, പലരും ഇവിടെ ട്രക്കിങ്ങിനൊക്കെ വരാറുണ്ട്. പാമ്പാടിയുടെയും പെരിയാർ റിവറിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മലയാണ് കേട്ടോ ഈ മലയാറ്റൂർ മല.
AD 52 വിശുദ്ധ സെൻറ് തോമസ് ഇവിടെ വന്നതായും ഇവിടെ മേളിൽ വന്ന് പ്രാർത്ഥിച്ചതായും എല്ലാം പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ വാരം, അതായത് പെസഹ, ദുഃഖവെള്ളി, ഈസ്റ്റർ ഈ വാരത്തിനോട് അനുബന്ധിച്ചോ അതിന് മുമ്പത്തെ ആഴ്ചയോ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തൃശ്ശൂർ, മറ്റ് തമിഴ്നാട്, അങ്ങനെ കുറേ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയും ഭാഗത്തുനിന്ന് അനേകം ക്രിസ്ത്യൻസാണ് ഇവിടെ വരാറുള്ളത്. ക്രിസ്ത്യൻസ് അല്ലാതെ നോൺ ക്രിസ്ത്യൻസും എല്ലാ ജാതി മതം പെട്ടവരും ഇവിടെ വരാറുണ്ട്. സാധാരണ ഇവിടെ ആൾക്കാർ വലിയ കുരിശൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഈസ്റ്റർ, ദുഃഖവെള്ളിയോടൊക്കെ അടുക്കുമ്പോൾ ആൾക്കാർ കുരിശൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുരിശുമലയ്ക്ക് വരുന്നവരാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. ഇത് ചെറിയ മലയൊന്നുമല്ല. ഞാൻ ചെറിയ മല പെട്ടെന്ന് എത്തും എന്ന് വിചാരിച്ചാണ് കയറാൻ തുടങ്ങിയത്. പക്ഷേ ഒന്നാം സ്ഥലം എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഒന്നാം സ്ഥലം തന്നെ ഇത്രയുണ്ടെന്ന്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് കയറുമ്പോൾ അത് അറിയില്ല. പക്ഷേ ഒന്നാം സ്ഥലം വരെ നല്ല ദൂരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 100 മീറ്റർ ഇടവിട്ട് 2, 3 അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാവും. ഇരുന്നിരുന്നു. നാലാം സ്ഥലം എത്തി നമ്മൾ. ഒന്നാം സ്ഥലമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കയറണോണ്ട് പിന്നെ കുഴപ്പമില്ല. ആറാം സ്ഥലം. അവിടെയൊക്കെ കത്തി നശിച്ചേക്കും. കത്തിയിട്ടുണ്ട് അവിടെ.
9ാം സ്ഥലം കഴിഞ്ഞ് ഞാൻ വേർത്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫുൾ വെള്ളം. ഇനി 10, 11, 12 ഇച്ചിരി കൂടെ ഉള്ളു. അങ്ങനെ 14ാം സ്ഥലം എത്താറായി. ഇങ്ങനെ കാണിച്ചു കൊടുത്ത ഗൈസ്. അങ്ങനെ നമ്മൾ മേളിലെത്തിയിട്ടാണ്. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആന കുത്തിയ പള്ളി. ഈ പള്ളിയിൽ ആന വന്ന് കുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയണം. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒളിച്ചോണ്ട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങനെ കുർബാനയും കഴിഞ്ഞ് മലയാറ്റൂരിൽ നമ്മൾ മോതിരമൊക്കെ മേടിച്ചിട്ടുണ്ട്. മോതിരവും കൊന്തയും വെഞ്ചരിച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് തിരിച്ചിറങ്ങാൻ പോണെയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. കുറേ നേരം ഇവിടെ ഇരുന്ന് പോകാനേ തോന്നണമായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ സമയം 11:30 ആയി. അപ്പോൾ ഇപ്പം ഇറങ്ങിയാലേ ഒരു 12:30-ക്കൊക്കെ താഴെ എത്തുള്ളൂ. അപ്പോൾ പോട്ടെ, താഴെ എത്തിയിട്ട് കാണാൻ. താഴെ എത്തുന്ന വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം മതിയായി എനിക്ക്. ഇപ്പം തന്നെ ഈ ചെരുപ്പ് കണ്ട, ഇത് ഇപ്പം തന്നെ തെന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് താഴെ എത്തിട്ട് എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നു. പക്ഷെ കഞ്ഞി നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. കാരണം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിച്ച് ഇപ്പോൾ ഇവിടെ ഈ നീന്തണം അവിടെ വന്നേക്കണേ. പക്ഷെ ഇവിടെ ഇറങ്ങണില്ല. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ട്രാവൽ ഫുഡ് റിലേറ്റഡ് വീഡിയോസിനായി ഷാൻസ് കോർമയെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം ഷാൻസ് കോർമ.